ഈ പുസ്തകം രചിക്കുന്നതെന്ന് AK അഷ്റഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. കോഴിക്കോട് കണ്ണാടിക്കലയിലെ അർജുന്റെ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളെ കണ്ട ചിത്രവും അദ്ദേഹം ഈ കുറിപ്പുകളോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ദൗത്യം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നും അർജുന്റെ ഓർമ്മകൾക്ക് മരണമില്ലെന്നും AK അഷ്റഫ് വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിൽ ഓടുന്ന ബസ്സിൽ ജനിച്ച നവജാത ശിശുവിനെ ബസ്സിൽ നിന്ന് പുറത്തേക്കെറിഞ്ഞ് കൊലപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ പ്രധാനിയിലാണ് ക്രൂരമായ കൊലപാതകം. 19 വയസ്സുകാരി ഋതികയും കൂടെയുണ്ടായിരുന്ന ആൺ സുഹൃത്ത് അൽത്താഫും ചേർന്നാണ് ജനിച്ച ഉടനെ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞ് പുറത്തേക്കെറിഞ്ഞത്. സംഭവത്തിൽ ഋതികയെയും അൽത്താഫിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവതിയെ ചോദ്യം ചെയ്യലിന് ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതികൾ റിമാൻഡിൽ. അറസ്റ്റ് ലെഗസി എന്ന പേരിൽ ഒല്ലൂരിലെ സ്ഥാപനത്തിന്റെ പേരിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് 25 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. സ്ഥാപന ഉടമയായ പ്രശാന്ത്, സിന്ധു എന്നിവരാണ് റിമാൻഡിലായത്. 20% പലിശ വാഗ്ദാനം ചെയ്താണ് ഇവർ നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിയത്. ഇടുക്കി മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രി റോഡിന്റെ ദുരിതത്തെക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുഴിയടയ്ക്കൽ സമരവുമായി കോൺഗ്രസ്. മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. മൂന്നാർ ടൗണിൽ നിന്നും